നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒരു 4 മണി പലഹാരവും കൂടിയാണ്. അതായത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയോടൊപ്പം ഒരു ഉഴുന്ന് ബോണ്ട, അതേ ഇഡ്ഡലി ബാറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയോടൊപ്പം 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് 4-ൽ 3 ഭാഗം പച്ചരിയും 1 ഭാഗം ഉഴുന്നും. അത് രണ്ടും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. എന്നിട്ട് അത് വാരി മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല, ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ജാറിൽ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 2 തവണയായിട്ടാണ് അരക്കുന്നത്. നിങ്ങൾ അളവ് കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരുമിച്ച് ഞാനിട്ടത്. പിന്നെ അരക്കുമ്പോൾ വെള്ളയപ്പത്തിൻ്റെ പോലെ നന്നായിട്ട് അരയരുത്, ചെറിയൊരു തരിതരിപ്പ് ഈ മാവിന് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചവെള്ളത്തിന് പകരം ഈ ഉഴുന്നും പച്ചരിയും കൂടി സോക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ കിട്ടും. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ മാവ് ചെറുതായിട്ട് പുളിച്ചു പോകും. ഇതൊരു 6 മണിക്കൂർ വരെയെങ്കിലും ഫെർമെൻറ്റേഷന് വയ്ക്കണം. റൂം ടെമ്പറേച്ചർ അനുസരിച്ചായിരിക്കും മാവ് പൊങ്ങി വരിക. ഇതിപ്പോൾ തലേന്ന് രാത്രി അരച്ച് വെച്ച മാവാണ്. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് മാവ്. നമ്മൾ ഒഴിച്ചപ്പോൾ അല്പം ലൂസായിരുന്നു, ഇപ്പോൾ തന്നെ അത് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പോട് കൂടിയാണല്ലോ നമ്മൾ അരച്ച് വെച്ചത്. ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ഇതിൽ ചേർക്കരുത്. കാരണം നമ്മളുടെ ആ ബോണ്ട എണ്ണ ഒരുപാട് വലിച്ചെടുക്കും. ഞാൻ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണേണ്. അത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇഡ്ഡലിത്തട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഇഡ്ഡലി വിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ തട്ടിലും നമുക്കിതുപോലെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ആവി അതിൻ്റെ ഉള്ളിൽ ഫില്ലാവട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു 6 മിനിറ്റോളം 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഏതാണ്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് തുറന്ന് നോക്കാം ഇത് ശരിയായോ എന്ന്. ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് മാത്രം നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പാടുള്ളൂ. കാരണം ചൂടോടുകൂടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഇഡ്ഡലി അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും. ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് അത് അടർത്തി നോക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ അടർത്തി മാറ്റാം. നമുക്ക് ആവശ്യത്തിനുള്ള ഇഡ്ഡലി ചുട്ടതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ബോണ്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള ബാറ്റർ നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് ചേരുവയും കൂടി നമുക്ക് അതിനകത്ത് ചേർക്കണം. അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്യാതെ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി ചുട്ട ഉടനെ ഇതുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബാറ്റർ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചൊന്ന് തണുപ്പ് മാറിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാത്രം നമുക്ക് ഈ സവാളയും പച്ചമുളകൊക്കെ ചേർത്താൽ മതി. ഇപ്പം തന്നെ ചേർത്ത് വെക്കണമെന്നില്ല. ഇതിൽ ചേർത്ത് സവാളയൊക്കെ ഒന്ന് വിട്ട് കിട്ടണം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ സവാള ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് നമുക്ക് 2 നുള്ളി ഉപ്പും കൂടി അതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തവിയിൽ കോരിയിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോൾ തവിയിൽ കോരിയെടുക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുളക് പൊടിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെയാണ്. ഒരുപാട് എണ്ണയൊന്നും ഇത് വലിച്ചെടുക്കുന്നില്ല. അരി ചേർത്തക്കണ കാരണം നമുക്ക് തോന്നും ഇത് ഒരുപാട് എണ്ണ വലിച്ചെടുക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ സാധനങ്ങൾ ഫ്രൈ ചെയ്യില്ലേ അത്ര എണ്ണ മാത്രമേ ഇതിനകത്ത് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ഉഴുന്ന് കുറച്ച് കുറവാണ് ഇട്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഈ ഇഡ്ഡലി മാവിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉഴുന്ന് കുറച്ചല്ലേ ഉപയോഗിച്ചുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയുടെ ഒപ്പം തന്നെ ഉഴുന്നെടുക്കാം, അല്ലെങ്കിൽ പച്ചരി എടുക്കുന്നതിൻ്റെ പകുതി അളവ് ഉഴുന്നെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനെ എടുത്താലും ബാക്കി വരുന്ന ആ മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ. ഇനി വൈകുന്നേരത്തെ പലഹാരം മാത്രം മതി, ഇഡ്ഡലി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് തന്നെ അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിടാം. അതിപ്പോൾ ഉഴുന്ന് കുറച്ച് അധികം എടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഒരു 3-3.5 മണിക്കൂർ കഴിയുമ്പോൾ അരച്ച് വെച്ചിട്ട് പിന്നെ ഇതുപോലെ ചേരുവയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറ് ചേർക്കണമെന്നില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതെല്ലാം മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മാവ് കൊണ്ട് തന്നെ ഒരുപാട് ബോണ്ടകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതൊരു നല്ല തേങ്ങാ ചട്നിയോടൊപ്പം നല്ല കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ ഉഴുന്നുവട കഴിക്കാറുള്ള പോലെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കണം. ഇഡ്ഡലി ഉണ്ടാക്കണ ദിവസം തന്നെ ഈ ഉഴുന്ന് ബോണ്ട ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.